അങ്ങനെയാണല്ലോ. ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുക, അത് പഴയ കാലത്ത് ആരും കേൾക്കാത്തതാണ്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ ഖുതുബ അറബിയിലായാലേ ജുമുഅ സഹീഹാവുകയുള്ളൂ. ഇത്തിബാഇ സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് നിർവഹിച്ചത് എന്ന് പറഞ്ഞു. ഇതുപോലെ കമാ ജറാ അലൈഹിൻ നാസ് ലിമാ ജറാ അലൈഹിൻ നാസ് എന്നൊക്കെ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതായി കാണാം. സർവ്വ മുസ്ലിമീങ്ങളും നടന്നു വന്നത് അങ്ങനെയാണ്, അറബിയിൽ മാത്രമുള്ള ഖുതുബ. അത് ഭാഷ മാറ്റണം എന്നൊരാൾ പറഞ്ഞാൽ അത് വലിയ അപകടം പിടിച്ച വാദമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ചില ആളുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള ചില ഉദ്ധരണികൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ ഒരു ആചാരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ നിങ്ങൾ തൊട്ടടുത്തുള്ള കാസർഗോഡ് പുണർപ്പയിൽ ഒരു യോഗം ചേർന്ന് അവിടെ വെച്ച് ഖുതുബ മനസ്സിലാകുന്നില്ല, ഖുതുബ മനസ്സിലാകണം, വൽഹഖു അൻ തകൂന മഫ്ഹൂമാ, സത്യം അത് മനസ്സിലാകണം എന്നാണ്. അതുകൊണ്ട് തുർശിദു ഹാദിഹിൽ ജംഇയ്യ, ഈ സംഘടന ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, അവർ ഖുതുബ അവരവരുടെ നാട്ടിലെ ഭാഷയിലാക്കി നിർവഹിക്കണം എന്ന്. KM മൗലവി എന്ന് പറയുന്ന വലിയ കുഴപ്പം ഇസ്ലാമിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി പ്രമേയം പാസ്. അതനുസരിച്ച് ചില ആളുകൾ അവർ കൂടുതൽ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരായിരുന്നു, സൂക്ഷ്മമായി പഠിച്ചവരുമായിരുന്നു. അങ്ങനെയുള്ള ചില പണ്ഡിതന്മാർ ചില പള്ളികളിൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പറയുന്ന സ്വഭാവമുണ്ടായി. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിലെ വലിയ വലിയ തലയെടുപ്പുള്ള ആലിമീങ്ങളുടെ ഒക്കെ ഗുരുവര്യരാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് ബിദ്അത്തുൻ മുൻകറത്തുൻ, നിഷിദ്ധമായ അനാചാരമാണ്, അതിലാരും പെട്ടുപോകാൻ പാടില്ല. അപ്പോൾ പിന്നെ കൂടുതൽ വിവരമില്ലാത്ത ചിലർ തുടങ്ങിയവരൊക്കെ അത് നിർത്തി അങ്ങനെ പഴയകാലം പോലെ തന്നെ അറബിയിൽ ഖുതുബ നിർവഹിക്കാൻ തുടങ്ങി.